ഹായ് ഹലോ എവ്രി വൺ. 28 ഡേയ്സ് ഓഫ് മാജിക് ഗ്രാറ്റിറ്റ്യൂഡ് ഈ ഒരു ജേണിയുടെ 13ാമത്തെ ദിവസമാണ് ഇന്ന്. 12 ദിവസമായിട്ട് നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു ജേണി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു നല്ല ഒരു വൈബ്രേഷനിലാണ്, അല്ലെങ്കിൽ ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു 12 ദിവസവും നിങ്ങളൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്, നല്ലൊരു ഉറച്ച ഒരു അടിത്തറ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പ്രാക്ടീസ് വഴിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലൈക്ക് അട്രാക്ട്സ് ലൈക്സ്. ഇതിന്റെ ഉള്ളിൽ എന്താണോ അതിന് ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് നമ്മുടെ ഔട്ടർ വേൾഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു 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 ജേർണിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യന്റെ മെന്റൽ സ്റ്റേറ്റ് ചേഞ്ച് ആകും. നമ്മൾ കൂടുതൽ അബൻഡൻസിലും കംപ്ലൈൻസ് കുറച്ചിട്ട് ഹാപ്പിനെസ്സിലും സന്തോഷത്തിലൊക്കെ ഫോക്കസ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ ക്വിക്കായിട്ട് പുഷ്പം പോലെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇന്ന് ഡേ 30 നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാല് അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക്കാണ് നമ്മൾ ഡേ 30 പറയുന്നത്. ഓക്കെ, ബാക്കിൽ കുറച്ച് ലൈറ്റ് ഒക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? കിടക്കട്ടെ, കുറച്ച് കളറായിട്ടിരിക്കട്ടെ. 13ാമത്തെ ഡേ അല്ലേ? ഓക്കെ, അപ്പോൾ 13th ഡേയിൽ നമ്മൾ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന 10 കാര്യങ്ങൾ അത് നടന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഒരു ഡ്രീം ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്നു, മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ഈ ജോലി എനിക്ക് കിട്ടണം, ഇത്ര സാലറി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നതെങ്കിൽ ഓൾറെഡി ആ ജോലി എനിക്ക് കിട്ടിയതിന് നന്ദി എന്നാണ് എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്ത് ആഗ്രഹമാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ഓൾറെഡി കിട്ടി എന്ന് പറഞ്ഞിട്ട് അതിന് വേണം ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ. അപ്പം അഡ്വാൻസ് കിട്ടുന്നതിന് മുന്നേ, എനിക്ക് മിക്ക റിലീജിയസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്, അദൃശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കും നന്ദി പറയണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നതിന് മുന്നേ, നമ്മൾ സ്വീകരിക്കുന്നതിന് മുന്നേ നമുക്കതിനോട് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയുള്ളവരായിട്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഖുറാനിലൊക്കെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നവർ കമന്റ് ചെയ്യാം കേട്ടോ. ഞാനൊരു വായിച്ചൊരു ഓർമ്മ മാത്രമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങള് അഡ്വാൻസ് ആയിട്ട് നടക്കുന്നതിന് മുന്നേ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നു. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. അപ്പൊ എന്താ, നമ്മൾ അവിടെ ഒരു അബൻഡൻസോ അല്ലെങ്കിൽ ഒരു സംതൃപ്തി ഉള്ളവരാകുമ്പോൾ എവിടെ നിങ്ങൾ സംതൃപ്തരാകുന്നോ അത് കൂടുതൽ കൂടുതൽ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഡേ 30 റോണ്ട ബേൺ പറയുന്ന, അതിന് മുന്നേ ആയിട്ട് ഞാൻ ഈ പറയുന്ന എന്താണ് ഒരു ഐഡിയ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ, നമ്മൾ 28 ദിവസത്തെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലാണുള്ളത്. ഇതിന്റെ 13ാമത്തെ ദിവസമാണ് ഇന്ന്. 12 ദിവസത്തെ വീഡിയോ നമ്മുടെ ചാനലിൽ നോക്കിയ പ്ലേലിസ്റ്റിൽ 28 ഡേയ്സ് ഓഫ് മാജിക് പ്രാക്ടീസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ചെക്ക് ചെയ്താൽ കിട്ടും. അത് പോയിട്ട് നിങ്ങൾ ഇന്നാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അതിന്റെ ഡേ ഫസ്റ്റ് വീഡിയോ എടുത്തിട്ട് അത് ഡേ ഫസ്റ്റ് ആയി കൺസിഡർ ചെയ്തിട്ട് ഇത് ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമായിട്ട്, ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, വെൽത്ത്, വോട്ട് എവർ, ഏത് മേഖലയിൽ ഒരു പ്രശ്നം അനുഭവിക്കുന്ന ഒരാളാണോ ആ നിങ്ങളെ ഈ പ്രശ്നത്തിൽ നിന്നും പുറത്ത് കടക്കാൻ ഈ ഒരു 28 ദിവസത്തെ ഈ മാജിക്കൽ ബ്രാക്കൽ ജേണിക്ക് നിങ്ങളെ സാധിക്കുന്നതാണ്. അപ്പൊ എന്റെ കൂടെ കൂടി ഈ ജേണിയിൽ കൂട്ടിയത് എന്റെ സ്റ്റുഡൻസ് ഉണ്ട്, എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എല്ലാവരും ഒത്തിരി ചേഞ്ചസ് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒത്തിരി ചേഞ്ചസ് അവരുടെ ജീവിതത്തിൽ ഈ 12 ദിവസത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളും ഇത് സീരിയസ് ആയിട്ട് എടുത്ത് കമ്മിറ്റ്മെന്റോട് കൂടെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ ഇന്ന് ഡേ 30 കാര്യം, ഒന്ന്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം, നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന 10 കാര്യങ്ങൾ എടുത്തിട്ട് അത് അഡ്വാൻസ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്താൽ ഇത് നടന്നതിന് നന്ദി. അപ്പോൾ താങ്ക് യു ഫോർ. ഓരോന്നിനും 3 പ്രാവശ്യം നന്ദി എഴുതണം. ഈ 3 പറയുന്നത് എന്താ? 3 പറയുന്ന ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ നമ്പർ ഓഫ് ഓൾ ക്രിയേഷൻസ് എന്നാണ് പറയുന്നത്. ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു സൃഷ്ടിയുടെ നമ്പർ ആയിട്ടാണ് 3 കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ കാരണങ്ങളൊക്കെ ഉണ്ട്. എന്താണെങ്കിലും ഈ 3 പറയുന്ന ഒരു മാജിക്കൽ നമ്പർ ആണ്. അപ്പൊ 3 ഒരു പ്രത്യേക ഫ്രീക്വൻസി ഉണ്ട്. നിങ്ങൾ 3 പ്രാവശ്യം താങ്ക് യു ഫോർ എന്താണോ നിങ്ങളുടെ ഡിസയർ അതിനുള്ളത് എഴുതാം. ഓക്കെ, 3 പ്രാവശ്യം താങ്ക് യു എഴുതണം. അങ്ങനെ 10 കാര്യങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഓഥർ പറയുന്നത്. 10 കാര്യങ്ങൾക്ക് അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം. 1ാമത്തെ കാര്യം. 2, എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, നടന്നു കഴിയുമ്പോൾ ഉള്ള കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. അതിലൊന്ന്, ഇപ്പോൾ അതിലൊരാഗ്രഹം എടുക്കുക. ഓക്കെ, അത് ഇപ്പോൾ ഒരു കാറ് മേടിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ കാറ് കിട്ടി നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വരെ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് അത് വിഷ്വലൈസ് ചെയ്യാൻ, സങ്കല്പത്തിൽ, ഭാവനയിൽ സങ്കല്പിക്കാൻ, ഇമാജിൻ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. അത് നിങ്ങൾ ചെയ്യണം. 2, നടന്നു കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നുണ്ടാകുക? ആരോട് പോയിട്ടാ? ഫസ്റ്റ് ഒരാളോട് പറയില്ലേ,
ഇത്രയും കാലമായിട്ട് നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം നടന്നു കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും ഡീറസ്റ്റ് ആയിട്ടാണ് നമ്മൾ പറയും യെസ് ഇത് നടന്നിട്ടുണ്ട്, കൊള്ളാം, അടിപൊളിയാണ്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് മാനിഫെസ്റ്റ് ആയിട്ടുണ്ട്, കൊള്ളാം, ഈ സംഭവം കൊള്ളാം എന്നൊക്കെ ആരോടാണ് പോയി പറയാ? ആ പറയുന്നത് എന്താണ് അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ഫീലിങ്സ് എന്തായിരിക്കണം, നിങ്ങൾ അത് ആരോടാണ് പറയുന്നത്, ഓക്കെ, എങ്ങനെയൊക്കെയാണ് അത് പ്രോപ്പർ ആയിട്ട് അത് ഉണ്ടുമ്പോൾ നിങ്ങളുടെ സന്തോഷം എങ്ങനെയായിരിക്കും, ഇത് നിങ്ങൾക്ക് വിഷ്വലൈസേഷനിൽ കൊണ്ടുവരണം എന്നാണ് നമ്മുടെ ഓഥർ പറയുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 10 കാര്യങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് നടന്നതിന് നന്ദി എന്ന് എഴുതുക. എഴുതിയിട്ട് താങ്ക് യു 3 വട്ടം എഴുതണം. എന്നിട്ട് അതെല്ലാം ഒരിക്കൽ കൂടെ വായിക്കണം. വായിച്ചിട്ട് സേ താങ്ക് യു താങ്ക് യു താങ്ക് യു 3 പ്രാവശ്യം താങ്ക് യു പറയണം. ഓക്കെ, ഇനി എല്ലാ ദിവസത്തിലും കണ്ടിന്യൂ ചെയ്ത് വരേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്താണ് പറഞ്ഞേ, എന്താണ്? രാവിലെ എല്ലാ ദിവസവും രാവിലെ 10 നിങ്ങളുടെ ലൈഫിൽ 10 കാര്യങ്ങൾ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യണം. എന്നിട്ട് അത് എഴുതുകയോ പറയുകയോ ചെയ്തിട്ട് നിങ്ങളുടെ ചെവി കേൾക്കെ ഉറക്കെ വായിച്ചിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു പറയണം. 2, കിടക്കുന്നതിന് മുന്നേ നമുക്കൊരു മാജിക് റോക്ക് ഉണ്ട്. ഈ മാജിക് റോക്ക് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് റോക്ക് എന്താണെന്ന് അറിയാത്തവർക്ക് Day 2 ചലഞ്ചിൽ നമ്മളത് പറ്റി പറയുന്നുണ്ട്. അപ്പം ഇത് കയ്യിൽ പിടിച്ചിട്ട് ആ ഒരു ഫുൾ ഡേ ഫ്രം മോർണിംഗ് ടു ആ ഒരു മൊമെന്റ് വരെ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒന്ന് മെമ്മറൈസ് ചെയ്തിട്ട് മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ്, ഒരു മെമ്മറി, ഒരു പേഴ്സണോ സിറ്റുവേഷനോ എന്താണോ അതിൽ കൂടുതൽ വന്നിട്ട് അതിന് ഭയങ്കരമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാം. ഈ 2 പ്രാക്ടീസും ഈ 2 കാര്യങ്ങളും മസ്റ്റായിട്ട് നിങ്ങൾ ഫസ്റ്റ് ടു 28 ഡേയ്സ് ചെയ്യണം. ബാക്കി ഞാൻ ഓരോ ഡേയിലും പറയുന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെന്നുള്ളവർക്ക് വേണ്ടിയിട്ട് അമൻചു സന്തോഷ് സൈക്കോളജിസ്റ്റ് ആണ്, ലൈഫ് മാനിഫെസ്റ്റേഷൻ കോച്ചാണ് ആൻഡ് ഹോപ്നോപോനോ ഹീലർ, ഹീലിംഗ് ടച്ച് കൗൺസിലിംഗ് സെന്ററിന്റെ സ്റ്റേറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. നിങ്ങൾക്കിത് കണ്ടു കഴിയുമ്പോൾ ഞാനുമായിട്ട് കൊള്ളാം, കൂടുതൽ കണക്ട് ആവണം, എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ട്, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ വലിയ പ്രോബ്ലത്തോടെ കടന്നു പോകുന്ന ഒരാളാണ്, ഉറപ്പായിട്ടും നിങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിയും. അപ്പോൾ ഇതിവിടെ ഈ ഒരു കണക്ഷൻ ഇവിടെ മാത്രം പോരാ, അതിലപ്പുറത്തേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ കമ്മ്യൂണിറ്റി ഉണ്ട്, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ആവാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അതിൽ കയറി ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ആക്കുക. എല്ലാ ട്യൂസ്ഡേസ് ആൻഡ് ഫ്രൈഡേയും നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാകും, ഫ്രീ സോം വഴിയുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. അത് കൂടാതെ ഡെയിലി ഓഡിയോ ടാസ്കുകളും മാനിഫെസ്റ്റേഷൻ ടെക്നിക്സുകളൊക്കെ നിങ്ങൾക്ക് അതിൽ കിട്ടുന്നുണ്ടാകും. അപ്പോൾ ഞാനോട് കൂടുതൽ കണക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ ആ കമ്മ്യൂണിറ്റിയിലേക്ക് വരെ നമുക്ക് അവിടെ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത ദിവസം Day 14 ചലഞ്ചായിട്ട് ഞാൻ വരാം. പറഞ്ഞ കാര്യം അഡ്വാൻസ് ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുക. എല്ലാവരുടെ ജീവിതത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, വ്യക്തികളും സാഹചര്യങ്ങളും സമ്പത്തും ഒക്കെ ആയിട്ട് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കട്ടെ, ഈസി ആൻഡ് എഫർട്ട്ലെസ് ആയിട്ട് വരട്ടെ എന്ന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇത്ര നേരം എന്നെ കേട്ടതിന് കണ്ടതിന് ക്ഷമയോടുകൂടെ ഞാൻ പറയുന്ന ഫോളോ ചെയ്ത് ലൈഫിൽ വലിയ ചേഞ്ചസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവരോടും I'm so grateful. Thank you.